തൃശൂർ DCCയിലെ കൂട്ടത്തല്ലിൽ പോലീസ് കേസെടുത്തു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കം 20 പേർക്കെതിരെയാണ് കേസ്. DCC ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ പരാതിയിന്മേലാണ് നടപടി. അതിനിടെ നേതാക്കളുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും ഒരു വിഭാഗം പോസ്റ്ററുകൾ പതിപ്പിച്ചു. DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറയെയും കോൺഗ്രസ് പ്രവർത്തകനായ സുരേഷിനെയും മർദ്ദിച്ചെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഒന്നാം പ്രതിയും സെക്രട്ടറിമാരായ TN ചന്ദ്രൻ, K ഗോപാലകൃഷ്ണൻ, TM രാജീവ് എന്നിവരെ മറ്റു പ്രതികളുമാക്കിയാണ് കേസ്. തൃശൂർ ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആകെ 20 പേരാണ് പ്രതികൾ. മുഴുവൻ പേരും കോൺഗ്രസ് പ്രവർത്തകരാണ്. K മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പോസ്റ്ററുകൾ പതിപ്പിച്ച വിഷയത്തിലാണ് ഇന്നലെ കയ്യാങ്കളി ഉണ്ടായത്. DCC ഓഫീസിൽ ഇന്നലെ ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്നവരും മുരളീധരൻ പക്ഷക്കാരുമായ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു. അതേസമയം കൂട്ടയടിക്ക് പിന്നാലെ ഇന്നും പോസ്റ്ററുകൾ പതിപ്പിച്ചു. MB വിൻസെന്റിനെതിരെയും അനിൽ അക്കരയ്ക്കെതിരെയുമായാണ് പോസ്റ്റർ. തൃശൂർ പ്രസ് ക്ലബിന് മുന്നിലാണ് പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. MB വിൻസെന്റ് UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കുക, അനിൽ അക്കരയെ വിളിക്കൂ, കോൺഗ്രസിനെ ഒറ്റുകൊടുക്കൂ എന്ന വാചകമാണ് പോസ്റ്ററിൽ. തുടർച്ചയായി 4ാം ദിവസമാണ് തൃശൂരിലെ തോൽവിയിൽ പോസ്റ്റർ പതിപ്പിക്കുന്നത്. തൃശൂരിലെ തമ്മിലടിയിൽ KPCC നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ KPCC അധ്യക്ഷൻ K സുധാകരനോട് വിഷയം അന്വേഷിച്ചു. നാളെ K സുധാകരൻ തൃശൂരിലെത്തുമെന്നാണ് വിവരം. ചേരിതിരിഞ്ഞു നിൽക്കുന്ന പ്രവർത്തകരെ അനുനയിപ്പിക്കാനാണ് K സുധാകരൻ എത്തുന്നത്. ജനം, തൃശൂർ.